ബദരീങ്ങളെ കാക്കണേ, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കാക്കണേ എന്ന് ബഗ്ദാദിലുള്ള ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് കോഴിക്കോട്ടെ ഒരു മനുഷ്യൻ പറയുമ്പോൾ അത് കേൾക്കില്ല എന്നുള്ള വാദം കൊസാലിറ്റി വാദമാണ്. കാരണം നിശ്ചിതമായ കാര്യമാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും വാദമില്ല. പിന്നെയാണ് ഇവിടെ പലരും ആ വാദം ഉന്നയിക്കുന്നത്. കാരണം വെസ്റ്റേൺ നിരീക്ഷകനായ ദാർശനികനായ ഡേവിഡ് ഹ്യൂം, ഞാൻ അങ്ങനെ സങ്കീർണമാക്കി പറയുന്നില്ല, അദ്ദേഹമൊക്കെ പറയുന്നത് കൊസാലിറ്റി ഒക്കെ ഒരു മോഡേൺ സിദ്ധാന്തമാണ് എന്നാണ്. കാരണം ഗസാലി ഇമാം കസ്റ്റം എന്നുള്ള ആദത്തെന്നുള്ള വാക്കാണ് ഉപയോഗിച്ചെങ്കിൽ ഡേവിഡ് ഹ്യൂം കൊസാലിറ്റിയെ സംബന്ധിച്ച് പറയുന്നത് ഒരു കസ്റ്റമാണ്. അങ്ങനെ ഒരു നടപ്പ് രീതി അങ്ങനെയുണ്ട്, പക്ഷെ നിർബന്ധമായ കാര്യമല്ല. അതുപോലെ ശരിയായ ശാസ്ത്രത്തിന് യോജിക്കാത്ത ഒന്നുമില്ല. സയൻസ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ അവന്റെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന കാര്യമാണ്. അത് ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത്. അതുകൊണ്ട് സയൻസ് ഏറ്റവും വലുത്. കണ്ടോ, ശാസ്ത്രം അങ്ങനെ ഒരു മുസ്ലിയാർ ഇറങ്ങിയിട്ട് ശാസ്ത്രത്തിൽ നിന്ന് ഏതോ തെളിവ് പറയാം, മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാൽ കേൾക്കും എന്ന് ഏതോ സയൻസിലെ വായിൽ കൊള്ളാത്ത ഏതൊരു തത്വം പറയുന്നുണ്ട്. അത്രയും സുബ്ഹാനല്ലാഹ്. ഇതുപോലുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇത് കേട്ടു എന്ന് സങ്കല്പിച്ചാലും ഉത്തരം ചെയ്യുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, നിങ്ങൾ ഈ ചെയ്ത ഷിർക്കിനെ അവർ നാളെ പരലോകത്ത് നിഷേധിക്കും. അള്ളാഹു പറയുക, നീ ഏത് സയൻസിലെ തത്വമാണ് ഇതിനെതിരെ കൊണ്ടുവരുന്നത്? സയൻസ് പറഞ്ഞാൽ ആളുകൾ വലിയ സ്വീകരിക്കും എന്നാണ്. അള്ളാഹുവിന്റെ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരിൽ സയൻസോ മൊയ്തീൻ ഷെയ്ഖ് കേൾക്കാൻ ഏതോ തത്വം തെളിവാണത്രേ. ബിംബങ്ങൾ കേൾക്കാനും ഈ തത്വം തെളിവാക്കിക്കോ. ഇതേ തത്വം ബിംബങ്ങൾ ആരാധിക്കുന്നവർക്കും തെളിവാക്കാലോ. കാരണം അത് ദൂരെയുള്ള ഒരാൾക്ക് കേൾക്കുകയില്ല എന്നത് സയൻസിലെ ഒരു തത്വമാണ്. അത് ചിലപ്പോൾ മാറാം. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ മൊയ്തീൻ ഷെയ്ഖിനെ ഇപ്പം വിളിച്ചാൽ കേൾക്കും, ബിംബങ്ങളെ വിളിച്ചാലും കേൾക്കുമല്ലോ, അത് മാറാലോ. നോക്കൂ, എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിൽ ആർക്കും എന്തും പറയാം. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് പലരും തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ വരെ ഇത്തരക്കാരുടെ പ്രസംഗം കേൾക്കാത്തത്. ഒരു നിരീശ്വരവാദിക്ക് മറുപടി പറയുന്നുണ്ട്. ഇസ്ലാം പൊളിച്ചിട്ട് പിന്നെ ഏത് നിരീശ്വരവാദത്തിനാണ് ഒരു മറുപടി പറയുന്നത്? ഇസ്ലാം ബാക്കി വേണ്ടേ? ഇങ്ങനെയുള്ള ബിദ്അത്തിന്റെ ശിർക്കിന്റെ കക്ഷികളാണ് നിരീശ്വരവാദത്തിലേക്ക് ആളുകൾ പോകാൻ ഏറ്റവും വലിയ കാരണം. യഥാർത്ഥ ദീൻ ജനങ്ങൾ പഠിപ്പിക്കാതെ എന്തോ മറ്റുള്ള മതസ്ഥർ അവർ ജനിച്ച ദീനിൽ ജീവിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങളും മുസ്ലിങ്ങളും. നിങ്ങൾക്ക് നിങ്ങളുടെ ആഘോഷം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഘോഷം, നിങ്ങൾ വർഷം അതാഘോഷിക്കും, ഞങ്ങൾ ഇതാഘോഷിക്കും. ഇങ്ങനെ ദീൻ മനസ്സിലാക്കുന്ന, ദീനിൽ ഒരു വിവരവുമില്ലാത്ത തലമുറയെ വളർത്തിക്കൊണ്ടുവന്നത് ഈ മുസ്ലിയാക്കന്മാരാണ്. എന്നിട്ട് അവർ നിരീശ്വരവാദികൾക്ക് മറുപടി പറയണം. ശിർക്ക് പറയുന്നവർ അവർ ഏത് ഇസ്ലാമിനാണ് പ്രതിരോധിക്കുന്നത്? എന്ത് ഇസ്ലാമാണ് അവന്റെ കയ്യിലുള്ളത്? ഫാഖിദു ശൈഇ ലാ യുഅ്തീഹ്, കയ്യിലില്ലാത്ത ഒരാൾക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും? നോക്കൂ, ശ്രദ്ധിക്കുക. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വന്നാൽ അത് ശാസ്ത്രത്തിന് അനുകൂലമായാൽ അതാണ് അവന് വലിയ കാര്യം. അവന്റെ സംസാരത്തിൽ ശാസ്ത്രം തെറ്റാത്ത ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അത് ശാസ്ത്രത്തിന് യോജിച്ചാൽ മാത്രം ശരിയാകുന്നത് പോലെ പറയാതെ പറയുന്നത് അങ്ങനെയാണെന്ന് തോന്നിപ്പോകും. അല്ല പ്രിയമുള്ളവരെ, സയൻസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനനുസരിച്ച് സയൻസ് പറഞ്ഞാൽ സയൻസിന് കൊള്ളാം. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അളക്കാൻ ഒരു ശാസ്ത്രജ്ഞന്റെ വാക്കും മുസ്ലിമീങ്ങൾക്ക് വേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൊണ്ടാണ് സകലരുടെയും വാക്കിനെ നമ്മൾ അളക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. അല്ലാഹു ഖുർആനിൽ പറയാൻ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്തരുത്, അമൽ പൊളിഞ്ഞു പോകും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നബിയുടെ സ്വരത്തിനുമേൽ സ്വരമുയർത്തിയാൽ അമൽ പൊളിഞ്ഞു പോകുമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആശയങ്ങൾക്കുമേൽ ആരൊക്കെ ഉണ്ടാക്കിയ തത്വശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കൊണ്ടുവരുന്നവന്റെ സ്ഥിതി എന്തായിരിക്കും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് മുകളിൽ ഒരു പടപ്പിന്റെ വാക്കും തെളിവാവുകയില്ല. നോക്കൂ, എത്രത്തോളം നമ്മുടെ അനുഭവങ്ങൾ അതിനെതിരായാൽ പോലും. പക്ഷെ നമ്മുടെ അനുഭവം ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യത്തിനെതിരെ, നബി ഒരു കാര്യത്തിൽ ഷിഫ ഉണ്ട് എന്ന് പറഞ്ഞു,
ഒരാൾ ആ മരുന്ന് കഴിച്ചു, അയാൾക്ക് ഷിഫ ആവുന്നില്ല, എന്താണ് അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തെറ്റിയോ? അല്ല, ഏതൊരു മരുന്നും അത് ഷിഫ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ അത് ഷിഫ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഏതൊരു മരുന്നാകട്ടെ അത് ഫലിക്കാൻ ചില ഘടകങ്ങളുണ്ട്, അതിന് തടസ്സമാകുന്ന കാര്യമുണ്ടാകാൻ പാടില്ല. ശരീരം അത് സ്വീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിഫ എന്ന് പറഞ്ഞു, അതിൽ ഷിഫ ഉണ്ട്. തേനിൽ ഷിഫ ഉണ്ടെന്നും പരിശുദ്ധ ഖുർആനിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ തന്റെ സഹോദരന്റെ വയറിളക്കവുമായി അത് ആ പരാതി പറഞ്ഞു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഖിഹി അസല, അവൻ തേൻ കൊടുക്കൂ. തേൻ കൊടുത്ത അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നബിയെ കൂടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഖിഹി അസല, തേൻ കൊടുക്കൂ. അങ്ങനെ 3 or 4 തവണ ആവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ തവണ പറഞ്ഞു, സദഖല്ലാഹ് വകദബ ബത്നു അഖീക്, അല്ലാഹു പറഞ്ഞത് സത്യമാണ്, നിന്റെ സഹോദരന്റെ വയറ് കളവ് പറഞ്ഞിരിക്കുന്നു. വീണ്ടും തേൻ കൊടുക്കാൻ പറഞ്ഞു. തേൻ കൊടുത്തു, സുഖമായി, സുഖപ്പെട്ടു. അപ്പൊ നമ്മുടെ അനുഭവങ്ങൾ എതിരായാൽ പോലും നമ്മുടെ മനസ്സിലാക്കൽ, നമ്മുടെ ധാരണ, അതിലാണ് പിശകുകൾ പറ്റുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരിക്കലും സഹോദരങ്ങളെ തെറ്റുകയില്ല. അല്ലാഹു പറഞ്ഞ ഒരായത്ത് മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك, റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ ഈമാനുള്ളവരാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ കാര്യത്തിൽ ഓ നബിയെ അങ്ങേ അവർ വിധികർത്താവാക്കിയാലല്ലാതെ, നബിയെ അങ്ങയുടെ വിധി അവർ സ്വീകരിക്കണം. ثم لا يجدوا في أنفسهم حرجا مما قضيت, എന്നിട്ട് നബിയെ താങ്കൾ വിധി പറഞ്ഞതിൽ അവരുടെ മനസ്സിൽ ഒരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല. വയുസല്ലിമൂ തസ്ലീമ, പൂർണ്ണ മനസ്സോടെ അവരതിന് കീഴൊതുങ്ങണം, എന്നാലേ അവർ മുഅ്മിനുകളാകൂ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസ് നിഷേധികളുടേതോ അതുപോലുള്ള പിഴച്ച കക്ഷികളുടേതോ ആശയക്കുഴപ്പങ്ങളിൽ വീണുപോകരുത്. കിതാബും സുന്നത്തും നമ്മുടെ തെളിവാണ്. അത് മുറുകെ പിടിച്ചാൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ. ഈ വരുന്ന വഴികേടുകൾ, നമുക്ക് ചുറ്റുമുള്ള വഴികേടുകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കിതാബും സുന്നത്തും മുറുകെ പിടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, തറക്തുക്കും അലൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് വെളുവെളുത്ത ഒരു മാർഗത്തിലാണ്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രി പോലും പകൽ പോലെ പ്രശോഭിതമാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, നശിച്ചവനല്ലാതെ ആ വഴിയിൽ നിന്ന് എനിക്ക് ശേഷം തെറ്റിപ്പോവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഴി, സഹാബത്തിന്റെ മാർഗം, ഈ ഉമ്മത്തിലെ സലഫുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല മുൻഗാമികൾ, സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അടങ്ങുന്ന ആളുകൾ, അവർ എങ്ങനെ ഈ ദീൻ മനസ്സിലാക്കിയോ, എങ്ങനെ അവർ ഖുർആൻ സ്വീകരിച്ചോ, എങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് സ്വീകരിച്ചോ, അതുപോലെ സ്വീകരിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സലഫിന്റെ മനഹജ് അനുസരിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേരാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.